Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഈ പറഞ്ഞ പോലെ അവധിക്കാലമൊക്കെ എങ്ങനെയിരുന്നു എന്ന് മക്കളോടും ചോദിക്കണം, ഈ പറഞ്ഞ പോലെ അമ്മമാരോടും ചോദിക്കണം. കാര്യം ഞാൻ ഉൾപ്പെടെ എന്നാന്നറിയാവോ, ഈ പറഞ്ഞ പോലെ രാവിലെ 5 മണിക്ക് എണീക്കുന്ന പരിപാടിയൊക്കെ വിട്ടേച്ച് ഒരു മണിക്കൂറും കൂടെ ഒക്കെ ലേറ്റ് ആയിട്ടൊക്കെ എണീച്ച് പിന്നെ അന്നേരം അവധിയാന്ന് പറയുമ്പോൾ തന്നെ പിള്ളേർ കൊണ്ടുപോകുന്ന ടിഫിൻ എല്ലാം മാക്സിമം കഴുകിയെടുത്ത് സ്റ്റോറിനകത്ത് വെച്ച് എല്ലാം നമ്മളങ്ങ് എന്താ പറയുക സ്ട്രെസ് ഫ്രീ എന്നൊക്കെ പറയുന്ന പോലെ നമ്മളങ്ങ് ഫ്രീ ആവുന്ന ഒരു കാര്യമാണ്. പക്ഷെ സ്കൂൾ തുടങ്ങി കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ സ്റ്റോറിലിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കഴുകി എല്ലാം പിന്നെയും തിരിച്ച് വാട്ടർ ബോട്ടിൽ ഉൾപ്പെടെ നമ്മൾ പിന്നെയും തിരിച്ചൊരു ബാസ്ക്കറ്റിനകത്ത് വെച്ച് ഡെയിലി വേണ്ടിയ കാര്യങ്ങളല്ലേ. അപ്പോൾ എന്നാന്ന് വെച്ചാൽ എല്ലാ അമ്മമാരും ഈ പറഞ്ഞ പോലെ എന്നാ പറയുന്നത് സ്കൂളിലേക്ക് കുട്ടികളെ വിടാനുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങി കാണും എന്ന് വിചാരിക്കുന്നു. എന്തായാലും പിള്ളേരുടെ കൂടെ തന്നെ നമുക്കും 2 മാസം ഈ പറഞ്ഞ പോലെ വെക്കേഷൻ തന്നെയാട്ടോ. ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യുന്നത്, ഒട്ടുമിക്ക അമ്മമാരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഈ പിള്ളേരൊക്കെ ആന്നേലുണ്ടല്ലോ പുത്തൻ എന്നാ പറയുക യൂണിഫോം ഒക്കെ ഇട്ടേച്ച് ഫസ്റ്റ് ഡേ തന്നെ മഴ നനഞ്ഞേച്ചൊക്കെ വരുന്നതെന്ന് പറയുന്നത് നമ്മൾ പഠിച്ച കാലം തൊട്ടേ ഉള്ളൊരു സാധനമാണ്. ഷൂ വരെ എന്നാ നനഞ്ഞേച്ച് പിറ്റേ ദിവസമൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നവരൊക്കെ അവസ്ഥയും നമുക്കും കുറച്ചൊക്കെ നെസ്റ്റാൾജിയ തരുന്ന കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷേ ഇപ്പം എല്ലാവർക്കും ഒരു മെയിൻ എന്നാന്ന് പറയുക, എല്ലാവരും ഒരു ഫാസ്റ്റ് ലൈഫാന്നു, എല്ലാവർക്കും ഒരു പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന എന്നതേലും ഒരു കറി വേണം എന്നാ പറയുക, ടിഫിനകത്ത് വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു കറി വേണം എന്നാ പറയുക. ഈ പറഞ്ഞ പോലെ ഞാൻ ഈ കുക്കിംഗ് പഠിക്കുന്നതിന് മുന്നേ തന്നെ ഉണ്ടല്ലോ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ, ആ ടിഫിന് കൊടുത്തുവിടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തുവിടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഈസി മെത്തേഡായിട്ട്. പക്ഷെ അത് കുറച്ചുകൂടെ ഒരു ഹെൽത്തി ആയിട്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട, അവർ നെക്സ്റ്റ് ജനറേഷൻ ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് വേണം നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അതിന് കുറച്ച് താമസം എടുക്കും. പക്ഷെ അതുകൊണ്ട് ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ടിഫിനാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അല്ല, നമ്മുടെ ഒരു വീട്ടിലേക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഡിന്നറിനോ അല്ലെങ്കിൽ ഡിന്നറിനുണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി, ഒരു ചപ്പാത്തി റോട്ടി ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റേറിയൻ ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഒരു കോഫ്തയുടെ കറി ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് കോളിഫ്ലവർ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു കോഫ്ത കറി, ദാറ്റ് ഈസ് കോളിഫ്ലവർ കോഫ്ത കറി. കുറച്ചൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണിത്. അന്നേരം അതിനകത്ത് ഒരു ഇച്ചിരി ജീരകം വരും എന്നല്ലാതെ, പക്ഷെ അതിനകത്ത് വേറെ കുറേ കാര്യങ്ങളുണ്ട്. അയമോദകം വരും, കസൂരി മേത്തി വരും, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഈ ഫ്ലേവർ ഒന്നും നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുകയില്ല. നമ്മൾ മലയാളികളാണെങ്കിൽ ഉള്ള രുചി പോലെ തിന്നാനാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് എന്നാ ചെയ്തു, ഞാൻ കുറച്ച് മാറ്റമൊക്കെ വരുത്തിയേച്ചാൽ നമ്മുടെ ഒരു ചെറിയ മലയാളി ടച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെന്നാന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ നമ്മൾ മലയാളികളല്ലേ ഇങ്ങനത്തെ ഭക്ഷണം നമ്മുടെ ഒരു ഷോ കണ്ടേച്ച് ഉണ്ടാക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ ഫ്ലേവറും ആ ടേസ്റ്റും എല്ലാം നമ്മുടെ രുചിക്ക് ആന്നേൽ നമ്മുടെ മലയാളീസ് എല്ലാം ഹാപ്പി. അതുകൊണ്ട് എന്നാ പറയുക, എൻ്റെ പ്രേക്ഷകരെ എപ്പോഴും ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചേച്ച് ഉണ്ടാക്കാനാണ് ഞാൻ മാക്സിമം ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് കോളിഫ്ലവർ കോഫ്ത എന്താ പറയുക ആലോചിക്കല്ല, അതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയിരിക്കും, അതുകൊണ്ട് നമുക്ക് വേണ്ട എന്ന് ചിന്തിക്കല്ല. ഇത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാക്കിയാന്ന് നോക്കൂ. ഇത് ശരിക്കും ഒരു വെജിറ്റബിൾ ഓയിലിൽ ചെയ്തേച്ചാൽ മതിയേ. പിന്നെ ആന്നേല ഇത് കോളിഫ്ലവർ ആന്നു, അത് ആ പൂ കംപ്ലീറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുക. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ്, അത് ഉരുളക്കിഴങ്ങ് ഒന്നെങ്കിൽ നമുക്ക് പുഴുങ്ങിയേച്ച് ഗ്രേറ്റ് ചെയ്യാം, ഇത് പുഴുങ്ങിയിട്ട് ഗ്രേറ്റ് ചെയ്തേക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പച്ചയ്ക്ക് ഗ്രേറ്റ് ചെയ്തേച്ചാലും മതി. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, ഇച്ചിരി ബേക്കിംഗ് പൗഡർ, അല്ലെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ഓപ്ഷണലാന്നു, ഇത് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ കുറച്ച് കോൺസ്റ്റാച്ച് ഇല്ലെങ്കിൽ നമുക്ക് മൈദ ഇടാം. പിന്നെ വേണ്ടിയത് ജീരകം, ടൊമാറ്റോ, കുറച്ച് മഞ്ഞൾപ്പൊടി, പഞ്ചസാര, ഇച്ചിരി ഉപ്പ്, കുറച്ച് ഫ്രഷ് ക്രീം, പിന്നെ എത്ര മല്ലിയില ഉണ്ടോ അത്രയും. മല്ലിയിലയുടെ ഒരു ഫ്ലേവറാണ് ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടിയത്. അപ്പോൾ എന്നാ ചെയ്യേണ്ടത്, ഇതിനകത്ത് ഓപ്ഷണലായിട്ട് ഞാൻ പറഞ്ഞ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഓപ്ഷണലാണ്.
അത് ഇട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. നെക്സ്റ്റ് ഇസ് മൈദ അല്ലെങ്കിൽ കോൺസ്റ്റാർച്ച്. ഇത് രണ്ടും ഇടുന്ന എന്നാന്ന് വെച്ചാൽ നമുക്കൊരു ബൈൻഡിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അതിനെ ബോൾസ് ആക്കി പിടിക്കുമ്പോൾ അതല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. അല്ലെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും നമുക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ഇട്ടേച്ചാൽ മതി. ഇനി ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമുക്ക് ഈ കോളിഫ്ലവർ ഒന്നെങ്കിൽ എന്നാ ചെയ്യുക, പുഴുങ്ങിയേച്ച് ഗ്രേറ്റ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തേച്ച് അതിനെ ഒന്ന് നമുക്ക് ഇച്ചിരി വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഇതിന് എന്നാ പറയുക, ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ എത്ര നേരം വേണം അല്ല അതിനൊന്ന് വേവാനായിട്ട്. പക്ഷേ ചിലർക്ക് പുഴുങ്ങിയത് ഇഷ്ടമാവില്ല, ചിലർക്ക് റോ ആയിട്ട് ഇടുന്നതായിരിക്കും ഇഷ്ടം. അതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പം ഞാൻ റോ ആയിട്ട് എടുത്തേക്കുന്നതാണ് ഇടുന്നത്. റോ ആയിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഉള്ള ഒരു ചെറിയൊരു പ്രശ്നം കൂടെ ഞാൻ പറഞ്ഞുതരാം. എടുത്തത് എന്നാത്തിനാന്ന്, ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയേച്ചാന്നു ഞാൻ അതിനകത്ത് ഇടാൻ പോകുന്നത്. അന്നേരം അതിനകത്തൊരു വാട്ടറി കണ്ടൻറ്റ് ഉണ്ടാവും. ഇതും നമ്മൾ പുഴുങ്ങുവാന്നേൽ അതിനകത്ത് ഒരു വാട്ടറി കണ്ടൻറ്റ് വരും. മറ്റാകുമ്പോൾ ഒരു ഡ്രൈ എഫക്റ്റ് വരും. അപ്പം നമുക്ക് ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എളുപ്പമായിട്ട് വരും. ഇത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള വ്യത്യാസം. നെക്സ്റ്റ് കംപ്ലീറ്റ്ലി നമ്മൾ ഏതാ നമ്മുടെ സൗകര്യം എന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്ത് വെച്ചാൽ മതി. ഇതിനകത്തോട്ട് നമുക്ക് ഈ കോളിഫ്ലവർ നമ്മുടെ കോളിഫ്ലവർ ഉണ്ടല്ലോ, അതൊരു എന്നാ പറയുക, ഒരു ക്യാബേജൊക്കെ ഒന്ന് ആവി കയറി കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു വേവില്ലേ, അത്രയും മാത്രം മതി. അന്ന് വെച്ചാൽ ഇതങ്ങ് ഓഫ് ചെയ്യാൻ പോവാണ്. ഇതിനകത്ത് ഇപ്പം ഞാൻ ഉപ്പോ ഒന്നും ചേർത്തിട്ടില്ല. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് ആ ഒരു മോയിസ്റ്റ് ഇല്ലേ അതങ്ങ് പോകണം. പോയതിന് ശേഷം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ചേർത്തേച്ചാൽ മതി. പക്ഷേ എന്നാൽ നമ്മുടെ ഈ ചേർക്കുന്ന പൊടിയുടെ ഒക്കെ ഒരു പച്ചച്ചോവ മാറുകയും വേണം. അപ്പോൾ ഒരു തീ ഓഫ് ചെയ്ത് വെച്ച് ഈ സ്പൈസസ് എല്ലാം ചേർക്കാവേ. ഒരു ഇച്ചിരി മുളക് പൊടിയുടെയും എല്ലാ പൊടികളുടെയും ഞാൻ അളവ് അങ്ങനെ പറയുകയല്ല. കാര്യം എന്നാന്നോ, നമ്മൾ എടുക്കുന്ന എത്ര അളവെന്നുള്ളത് അറിയില്ല. ഒരു കോളിഫ്ലവറിൻ്റെ അളവാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ഇതിപ്പോൾ ഞാനൊരു 3/4 ടീസ്പൂണോളം ഇടുന്നുണ്ടേ. പിന്നെ നമ്മളൊരു ഇച്ചിരി സ്വാദ് നോക്കി വെച്ച് എന്നതേലും ഒരു ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ അങ്ങ് ചേർത്തേച്ചാൽ മതി. മസാല മുന്നിട്ട് നിൽക്കരുത്, ഒരു മസാല ഫ്ലേവർ മാത്രം മതിയാവും. ഇതും അതേപോലെ തന്നെ കോൺഫ്ലവർ കോൺസ്റ്റാർച്ച്, പിന്നെ അതായത് ഈ മോയിസ്റ്റ് കംപ്ലീറ്റ് പോയി ഇതിനെ ഒരു തണുക്കുവല്ലേ, തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ ബാക്കി കാര്യങ്ങൾ ചേർക്കാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര വെള്ളം പോലെ ആവുമേ. അതെ, ഞാൻ എന്നാ ചെയ്യുന്നറിയോ, ആറാനായിട്ട് വെച്ചേ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കതിനി വറുത്തെടുക്കാനുള്ളതാണ്. ഇതിനകത്തോട്ട് വറുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ, ഇനി ഇത് ആറിക്കഴിഞ്ഞു. അതിനകത്തോട്ട് ചേർക്കാനുള്ള സാധനം വന്നു. നേരത്തെ ഇത് പുഴുങ്ങി വെച്ചതാണ്, ഇത് ഫുള്ള് ഇടണം. ഇതൊന്ന് എന്നാ പറയുക, ബൈൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ള ഒരു കോൺസ്റ്റാർച്ച്. ഇല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മൈദ ആവാം, ഏതായാലും കുഴപ്പമില്ല. ഇത് ഇച്ചിരി ഉപ്പ്, കുറച്ച് മതിയില്ല. ഇതിനകത്ത് കുരുമുളക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കുരുമുളകും കൂടെ ഇടുന്നത് നല്ലതാണ്. ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, എപ്പോഴും കുഞ്ഞു ബോൾസ് ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല. ഒത്തിരി വലുതായി കഴിഞ്ഞാലുണ്ടല്ലോ അത് കാണാൻ ഒരു ഷേല് കാണുകയില്ല. പിന്നെ അന്നേരം കറിക്ക് ഇടുക, പിന്നെ ഗ്രേവി എല്ലാം കൂടെ പിടിക്കുമ്പോൾ ഇതൊരു ഇച്ചിരി കൂടി ഒന്ന് വലിപ്പം വയ്ക്കുവേ. അന്നേരം ഒത്തിരി വലിയ ബോൾ ഉണ്ടാക്കാതെ ഒരു കുഞ്ഞി ബോൾ ഉണ്ടാക്കിയാൽ മതി. നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് ഇത് കുറേശ്ശെ, ഒരുപാട് എന്നാന്നറിയോ, എല്ലാം കൂടി ഇട്ടേച്ച് അങ്ങ് വറുത്തെടുക്കാമെന്ന് വിചാരിക്കരുത്. കുറേശ്ശെ ഇട്ട് കൊടുത്തേച്ച് വറുത്ത് കോരിയതിന് ശേഷം അടുത്ത് ഇട്ടാൽ മതിയേ. ഒരു ബ്രൗൺ കളർ ആവണം. ഇതിനകത്ത് കോട്ടിംഗ് ആയിട്ടൊന്നുമില്ല. ബ്രെഡ് ക്രംസ് മുക്കാൻ ഒക്കിയേല, കട്ട്ലേറ്റ് പോലെ ഉണ്ടാക്കാൻ ഒക്കിയേല. പിന്നെ ഒരു കാര്യം, വെജിറ്റബിൾ കട്ട്ലേറ്റ്സ് ഒരുപാട് നമ്മൾ കഴിച്ച് ഇച്ചിരി മടുപ്പ് വരുവാന്നേല. ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കട്ട്ലേറ്റ് പരുവത്തിനെ ആക്കി എടുക്കാവുന്നേ ഉള്ളൂ.
പിള്ളേർക്ക് ബ്രഞ്ചിന് കൊടുത്തുവിടാൻ നല്ല കേട്ടോ. ഇത്രയും വരെ ചെയ്യുവാണെങ്കിൽ ബ്രഞ്ചിനൊക്കെ കഴിക്കാൻ നല്ല. പിന്നെ കോളിഫ്ലവർ ആയതുകൊണ്ട് മാത്രം പിന്നെ ഞാൻ ഒരുപാട് കമ്പൽ ചെയ്യല. കാര്യം എന്നാന്ന് വെച്ചാൽ അത് നമ്മൾ ഫ്രഷ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ അന്ന് കോളിഫ്ലവർ ഏറ്റവും നല്ല. അതല്ല നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ കൊടുത്തു വിട്ടേച്ചൊക്കെ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേന് കോളിഫ്ലവർ ക്യാബേജ് എന്ന് പറയുന്ന ഈ ഐറ്റംസ് എല്ലാം ഒരു ഇച്ചിരി എന്നാ പറയുക ചിലപ്പോൾ വളിച്ചു പോയെന്നിരിക്കും. അപ്പോൾ അതല്ല, പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ കൊടുക്കാൻ നല്ലതാണ്. അതല്ല വെജിറ്റബിൾസ് പോലെ ചെയ്തേച്ച് ഈ പൊടിയെല്ലാം ഇട്ടെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല. ബ്രൗൺ കളർ തന്നെ ആവട്ടെ, അല്ലെങ്കിൽ എങ്ങാനും പൊടിഞ്ഞു പോയാൽ എന്നാ എടുക്കും അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഡേ ടു ഡേ ഉണ്ടല്ലോ നമുക്ക് ഒത്തിരി ഫാസ്റ്റ് ഫുഡ്സ് വരുന്നുണ്ട്. നമ്മളെപ്പോഴും ഡിപ്പെൻഡ് ആവുന്നുണ്ട് ഫാസ്റ്റ് ഫുഡ്സിൽ. ഈ പറഞ്ഞ പോയിട്ട് എന്നാ പറയുക, വൺസ് ഇൻ എ ബ്ലൂ മൂണൊക്കെ നമ്മൾ പോയി വെളിയിൽ നിന്ന് മേടിക്കുവാന്നേൽ നല്ലതാണ് കഴിയുന്നതും. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾക്ക്, ഇനി വരുന്ന ജനറേഷനിലെ കുട്ടികൾക്കൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഗ്രേവി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇത്രയും എണ്ണ ആവശ്യമില്ല. കുറച്ചങ്ങ് മാറ്റിയേച്ച് നമുക്കങ്ങ് ഗ്രേവിക്ക് ചെയ്യാവേ. എണ്ണ എന്നാലും ചൂടായിരിക്കുവാന്നേ. അതിനകത്തോട്ട് നമുക്കൊരു ഇച്ചിരി ജീരകം മസ്റ്റാണ്. വെച്ചാൽ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, എന്നാലും നമ്മൾ മലയാളികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുകയില്ല. ഒരു നുള്ളിട്ടേച്ചാൽ മതിയേ. അതൊന്ന് ഇച്ചിരി പൊടി കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ഒന്നെങ്കിൽ ടൊമാറ്റോ പ്യൂർ എടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞായിട്ട് അരിയുക. ഇത് രണ്ടും നമ്മുടെ കയ്യിലില്ല, ടൊമാറ്റോ കുറവാണ്, അയ്യോ ഇനിയിപ്പോൾ ഗ്രേവിക്ക് തികയല എന്നൊക്കെ തോന്നുവാന്നേല, ഒരു ഇച്ചിരി കെച്ചപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ടൊമാറ്റോ ഇനി അരച്ചേച്ച് ചേർക്കുവാന്നേലും അതല്ല അരിഞ്ഞ് ചേർക്കുവാന്നേലും എങ്ങനെ ചേർക്കുവാന്നേലും ഇതിനകത്തെ വാട്ടറി കണ്ടന്റ് കംപ്ലീറ്റ് ആയിട്ട് പോകണം. എന്നാൽ മാത്രമേ ആ ഗ്രേവിക്ക് ഒരു തിക്നെസ് വരുള്ളൂ. ഈ ടൊമാറ്റോ ഒരു ഇച്ചിരി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി പൊടി ചേർക്കണേ. ഫസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഒരു ഇച്ചിരി മസാല. ഇതിൻ്റെ കൂടെ ഒരു ഇച്ചിരി പഞ്ചസാരയും. ഇനി ഈ പൊടിയൊക്കെ നല്ലതായിട്ട് ഒന്ന് മൂക്കുക. ഇതിൻ്റെ പച്ചച്ചൊവ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഇച്ചിരി വെള്ളം ഒഴിക്കണേ. ശരിക്കും ഗ്രേവിക്ക് നമ്മൾ ഉപ്പിട്ടിട്ടില്ല, അപ്പോൾ ഒരു നുള്ള ഉപ്പ് ഇട്ട് ഒരു ഇച്ചിരി മല്ലിയില ഇതും കൂടി ഇട്ടേച്ച് ഇച്ചിരി അടച്ചു വെക്കണം. എന്നാന്ന് വെച്ചാൽ നമ്മൾ ചേർത്തേക്കുന്ന എല്ലാ പൊടിയും ടൊമാറ്റോയും എല്ലാം ഒന്ന് എന്നാ പറയുക ഒരു ഗ്രേവി പരുവത്തിനാവണേ. അത് കഴിഞ്ഞേച്ച് നമ്മൾ ക്രീം ചേർക്കുക. ഓഫ് ചെയ്തതിന് ഒരു എന്നാ പറയുക ഒരു 5 മിനിറ്റ് ഒരു തിളച്ച് നമ്മൾ സിമ്മാക്കി വെച്ചേച്ച് ഒരു 5 മിനിറ്റ്സ് അത്രയൊക്കെയല്ലേ ഇതിനകത്ത് വേവാനുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് ക്രീം ചേർക്കുക, ഒന്ന് ഇളക്കുക, ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വേണം നമ്മൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന കോഫ്ത ചേർക്കാനായിട്ട്. നേരത്തെ ചേർത്ത് അതിനകത്തെല്ലാം പിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞേച്ചാൽ ചേർക്കുവാണെങ്കിൽ പിന്നെ കോഫ്ത കിട്ടുകയില്ല, എല്ലാം പൊടിഞ്ഞങ്ങ് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് കോഫ്ത ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും ഏതൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുവാണെങ്കിലും ബിഫോർ സെർവിങ് കോഫ്ത ഉപയോഗിക്കാവുള്ളൂ, അല്ലെങ്കിൽ അതങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒരു 5 മിനിറ്റ് തിളച്ച് കഴിഞ്ഞ് ഇനി ഒരു
5 മിനിറ്റ് ഞാനൊരു സിമ്മയിലിട്ടേച്ച് ആ ടൊമാറ്റോ ഒക്കെ ഒന്ന് തിക്ക് ഗ്രേവി പോലെ ആകുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം ക്രീം ചേർക്കുക. അതല്ല ഒരു 5 മിനിറ്റ്സ് ബിഫോർ ക്രീം ചേർത്താലും കുഴപ്പമില്ല. ഓഫ് ചെയ്തതിന് ശേഷം ക്രീം ചേർക്കുക, ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കോഫ്ത ചേർത്തേച്ചാൽ മതി. അല്ലാതെ ഇതിനകത്ത് വേറെ ഒരു ജോലിയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ വേവണം, ക്രീമും ചേർക്കണം. പക്ഷെ അത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രസൻറ്റേഷനല്ലേ ഉള്ളൂ. നമ്മുടെ കറി റെഡിയാന്നു. ഇത് ഈ പറഞ്ഞ കൂട്ട് ചപ്പാത്തിക്ക്, റോട്ടി, നാൻ ഇതിനൊക്കെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇത് ഞാനിന്നൊരു വെറൈറ്റി ആയിട്ട് വെച്ചതാണ്. പക്ഷേ നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് വരാൻ പോകുന്നത് തനി നാടൻ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കറി കൊടുത്താൽ ചിലപ്പോൾ നിപ്പിന് എന്നെ ചീത്ത പറഞ്ഞെന്നിരിക്കും. പക്ഷെ എന്നാലും ചേട്ടൻ കഴിച്ചേച്ച അഭിപ്രായം പറയട്ടെ, എന്നുവെച്ചാലേ നമുക്ക് അറിയാനൊക്കത്തുള്ളൂ. പിന്നെ അന്നേരം ഇത് ഞാൻ ചേട്ടനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിപ്പുണ്ട്. വരുന്നത് വേറെ ആരുമല്ല, കൈലാസ് നാഥ് ചേട്ടനാണ് വരാൻ പോകുന്നത്. വരണം ചേച്ചി, വരൂ. നമസ്തേ. ഇപ്പം എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ, ഇദ്ദേഹത്തെ നമ്മൾ ഓരോ മലയാളികൾക്കും, ഇനി വരുന്ന ജനറേഷൻ ആയാലും ശരി, കഴിഞ്ഞ ജനറേഷൻ ആയാലും ഈ മുഖം ഒരിക്കലും മറക്കില്ല. നേരല്ലേ ഞാൻ പറഞ്ഞേ? എനിക്ക് അറിഞ്ഞൂടാ, അവർ മറക്കോ ഇല്ലയോന്ന് എനിക്ക് അറിഞ്ഞൂടാ. മറക്കുവേല, അത് ചേട്ടന് പറഞ്ഞാൽ പറ്റിയല്ല. കാര്യം നമ്മുടെ പ്രേക്ഷകർ അങ്ങനത്തെ ആൾക്കാരൊന്നും അല്ല മലയാളികള്. ചേച്ചി അങ്ങ് പതുങ്ങി നിൽക്കുക. ചേച്ചി ഒരു വർത്താനം ഒന്നും പറയുന്നില്ല. ചേച്ചി എന്നാന്നോ അടുക്കളയിൽ വന്ന ഏറ്റവും കൂടുതൽ വർത്താനം പറയാൻ പറ്റുന്ന സ്ത്രീകളാ. സത്യല്ലേ? അല്ലേ ചേച്ചി? പറഞ്ഞോളൂ. ചേച്ചി റിസർവ്ഡ് ഒന്നും അല്ലല്ലോ. ചേട്ടനങ്ങ് അതിശയം അല്ലല്ലോ. അത് ചേച്ചി വഴക്കറിയോ? ഒരിക്കലല്ലേ. ചേട്ടൻ വരട്ടിയാ നിർത്തിയേക്കുന്നത്? രണ്ടുപേരും ഏത് പറയുന്നത്? സത്യം എന്നതാ? സത്യം തന്നെയാണ് പറയുന്നത്. ചേച്ചി പാചകത്തിലൊക്കെ ഭയങ്കര മിടിക്കാന്നറിയാം അല്ലേ? അത്യാവശ്യമൊന്നുമല്ല. നമ്മൾ ഇപ്പത്തെ ജനറേഷൻ, ഈ ഞാൻ ഉൾപ്പെടെ ചെയ്യുന്ന ഇതേപോലത്തെ പരിഷ്കരിച്ച കറികൾ പോയിട്ട് നമ്മുടെ ആരോഗ്യത്തിന് പറ്റിയുള്ള നല്ല നാടൻ വിഭവങ്ങൾ ചേച്ചിക്ക് നല്ല അസലായിട്ട് അറിയാം. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഒരു ഷോ ഇതായതുകൊണ്ടും നമുക്ക് ആ റെസിപ്പീനെ കുറിച്ചും അറിയണം, എന്നാൽ ചേട്ടൻ്റെ വിശേഷങ്ങളെ കുറിച്ചും അറിയണം. അപ്പം എന്തായാലും ഇവിടെ നിന്ന് അവരുടെ കാല് കഴപ്പിക്കുന്നത് മര്യാദകേടാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ അവിടെ ഇരുത്താം. വരൂ. എന്റെ പ്രേക്ഷകരോട് കാര്യം പറയാൻ മറന്നുപോയേ. ചേട്ടനെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു, അഭിനയിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ കൂടെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. എന്താന്നറിയാവോ? ചേട്ടന് അമ്പലത്തിലൊക്കെ ജോലി ചെയ്തിട്ടില്ലേ? ഒരു ശാന്തിക്കാരനായിരുന്നില്ലേ? ശാന്തിക്കാരനായിരുന്നില്ല, ഞങ്ങൾക്ക് പൂജ പാരമ്പര്യ തൊഴിൽ എന്ന് പറയുകയാണെങ്കിൽ അത് പൂജയാണ്. അങ്ങനെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം, ഭഗവാൻ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ലോകത്തിൽ തൃപ്പൂത്ത് ആകുക എന്ന് പറയും. അവിടെ മാത്രമേ ഉള്ളൂ. അവിടുത്തെ മേശാന്തിയാകാനുള്ള ഭാഗ്യം ഞങ്ങളുടെ ഇല്ലക്കാർക്കുണ്ട്. ആ കൂട്ടത്തിൽ എനിക്ക് അവിടെ ശാന്തി സേവിക്കാനുള്ള ഭഗവാനും ഉണ്ട്, ഭഗവതിയുണ്ട്, ശിവനും പാർവതിയാണ്. അവിടെ പൂജ കഴിക്കാനുള്ളൊരു ഭാഗ്യമുണ്ട്. ആണോ? നല്ല ഭഗവാനാണ് കാണാനൊക്കെ, ഭയങ്കര ഒരു ഗംഭീര്യവും അല്ലേ. എനിക്ക് നമുക്ക് അറിയാം അതിനകത്തെ ആ തേജസ് അല്ലേ ഭഗവാന്റെ. ശരിക്കും അതിപുരാതനമാണ്. 2500-3000 വർഷം പഴക്കം. അത്ര ഉണ്ടല്ലേ? ശരിക്കും അതിന് ഒരുപാട് കഥകൾ കാണും, ഒരുപാടുണ്ട് ശരിക്കും. ഇപ്പൊ എനിക്ക് ഇതിനകത്ത് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ എന്നാന്നറിയോ? ചേട്ടൻ ഇപ്പം മേൽശാന്തിയായിട്ട് ഭഗവാന്റെ അടുത്ത് ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ ചെയ്തിട്ടില്ല, ഞാൻ പോയിട്ടില്ല. അതിന്റെ ഒരു അവകാശി എന്ന നിലയ്ക്ക് അത്രയും ഓർത്തഡോക്സ് ഫാമിലിയാണ്. ഈ പറഞ്ഞ പോലെ എന്നാന്ന് വെച്ചാൽ ഇത്രയും ഓർത്തഡോക്സ് ഫാമിലി ആകുമ്പോഴത്തേക്ക് ഈ ഒരു ഫിലിം എന്ന് പറയുമ്പോഴത്തേക്ക് വീട്ടുകാരോട് സംബന്ധിച്ച് നമ്മളത് പറയുമ്പോൾ തന്നെ അവര് ആ ഒരു കാലഘട്ടത്തിൽ ചേട്ടൻ്റെയൊക്കെ ഒരു യൂത്തിന്റെ സമയത്ത് ഇതൊക്കെ നമ്മളൊന്ന് വീട്ടിൽ പറയേണ്ട താമസം അപ്പോഴേ എതിര് പറയും. പക്ഷെ ചേട്ടനെ സംബന്ധിച്ച് ചേട്ടൻ ഇത്രയും, ഞാൻ ഈ എൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞ പോലെ തന്നെ 250 സിനിമകളിൽ അഭിനയിക്കുകയും ഡയറക്ഷൻ ചെയ്യുകയും കൊമേഡിയനായിട്ട് ഈ പറഞ്ഞ പോലെ തമിഴിൽ പോവുകയും ഒക്കെ ചെയ്തു. ഇതെങ്ങനെ പറ്റി ആ കാലത്ത്? പലർക്കും ഇൻബോൺ ടാലന്റ് എന്ന് പറയുന്ന ഒരു സാധനം കാണും, പിന്നെ ചിലർക്കില്ല. ഒരുപക്ഷെ അത് എനിക്ക് ഉണ്ടായിരുന്നിരിക്കണം. എൻ്റെ അച്ഛൻ ഡോക്ടറായിരുന്നു. അപ്പം തന്നെ ഒന്ന് മനസ്സിലാക്കുക, ഈ പൂജാതി
കർമ്മങ്ങൾ അച്ഛൻ പഠിച്ചതൊക്കെ പൂജ കഴിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ തുച്ഛമായ വരുമാനം കൊണ്ടാണ് അച്ഛൻ പഠിച്ചത്. അച്ഛൻ ഡോക്ടറായതും അങ്ങനെ തന്നെയാണ്. അച്ഛൻ എന്നെ ഡോക്ടറാക്കാൻ പഠിപ്പിച്ചതാണ്. അങ്ങനെയും വരും. കറക്റ്റ് ആണ്. പണ്ടത്തെ കാലത്ത് അച്ഛൻ ഡോക്ടറെങ്കിൽ മകൻ ഡോക്ടർ, അങ്ങനെ അങ്ങനെ. ഓക്കെ, അതെ. അപ്പോൾ അച്ഛൻ ഡോക്ടറാക്കാൻ എന്നെ പഠിപ്പിച്ചെങ്കിലും എൻ്റെ മനസ്സ് മുഴുവൻ കലയിലായിരുന്നു. അന്നേ കൊച്ചു നാളിലെ 4-ലും 5-ലും ഒക്കെ പഠിക്കുമ്പോഴേ പാട്ട് പാടുക, പിന്നെ ഡ്രാമായ, പിന്നെ പെൺവേഷം കെട്ടുക, ഇങ്ങനെ ഒരുപാട് കലാപരിപാടികളുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ നാടെന്ന് പറയുന്നത് ചെങ്ങന്നൂരിനടുത്ത് പുലിയൂർ. അവിടുത്തെ കുറച്ച് കലാകാരന്മാരൊക്കെ കൂടെ ചേർന്നു, കൈലാസ് ഇവിടെ നിന്ന് നിൽക്കേണ്ട ആളല്ല, കൈലാസ് സിനിമയിൽ പോകേണ്ട ആളാണ്. ശരിക്കും പറഞ്ഞാൽ അതാണ് എന്നെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരാൻ എൻ്റെ മനസ്സിനെ ഇങ്ങനെ ആ സ്പിരിറ്റ് കയറിയത് അവിടുത്തെ കലാകാരന്മാർ കാരണമാണ്. പ്രോത്സാഹനം. അതെ, സംശയമില്ല. ഓക്കെ, അപ്പൊ എങ്ങനെ ചേട്ടാ ഫസ്റ്റ് സിനിമയിലേക്ക് വരാം എന്ന് തന്നെ ശാന്തികാരനാണ് അതിന്റെ ഒരു തുടക്കം, സ്റ്റാർട്ടിങ്, ഫസ്റ്റ് സ്റ്റെപ്പ്? അത് പറഞ്ഞാൽ അല്ല, പറയട്ടെ. പറഞ്ഞോ, പിന്നെ എന്നാ രഹസ്യമാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഓടിപ്പോയതാ, ഒളിച്ചോടി രാത്രി 12 മണി. അപ്പനൊക്കെ ഉറങ്ങി കിടന്നപ്പോ പോയല്ലേ? അച്ഛനോട് പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, ഞാൻ ഒളിച്ചോടാൻ പോവാം. ആദ്യമായിട്ട് യാത്ര പറഞ്ഞു ഒളിച്ചോടുന്ന മനുഷ്യന് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ ഒളിച്ചോടാൻ പോവാ. അപ്പോൾ അമ്മ കരച്ചിലൊക്കെ ആയി, ഭയങ്കര ടെൻഷൻ. അപ്പോൾ അമ്മ അച്ഛനോട് പറഞ്ഞു, ഇതേണ്ട മോന് ഇതുപോലെ പറയുന്നു, ഒളിച്ചോടാൻ പോവാന്നൊക്കെ പറയുന്നു. അച്ഛൻ എന്നെ വിളിച്ചു, എന്താ ഒളിച്ചോടാൻ പോകണം? ഞാൻ പറഞ്ഞു അതെ. എത്ര രൂപ വേണം? ചിലവിന് കാശ് വേണ്ടേ? ഞാൻ പറഞ്ഞു വേണം. എത്ര രൂപ വേണം? അതിപ്പോൾ ഒരു 100 രൂപ ഉണ്ടെങ്കിൽ. അന്നത്തെ കാലത്ത് പൊക്കോളം പറഞ്ഞു. എന്ത് പ്രോത്സാഹനം തന്നൊരു അച്ഛൻ. അച്ഛന് ഇഷ്ടമല്ലായിരുന്നു. പൊക്കോളം പറഞ്ഞു, ഒളിച്ചോടി. അരിശം വന്നേച്ച് തന്നതായിരിക്കുവേ. ഞാനത് കൊണ്ട് ഈ 100 രൂപയും കൊണ്ട് തുണിയൊക്കെ ഒരു ബാഗിനകത്ത് കയറ്റി വെളുപ്പിന് ഒരു 6 മണിക്കുള്ള ബസ്സിന് കയറി. അന്ന് എൻ്റെ മനസ്സിലെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഉദയായും പിന്നെ കുഞ്ചാക്കോ മുതലാളി, മെരിലാൻഡ് 2 ഉള്ളൂ. ഉദയ മുതലാളിയെ കണ്ട കുഞ്ചാക്കോ മുതലാളിയെ കണ്ട ഉടനെ എന്നെ നായകനാക്കും. അവന് അടുത്ത പ്രേം നസീർ നമ്മളാണ്. വഴിക്കിട്ട് പിടിച്ചു, വഴിക്കിട്ട് പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നു. അന്ന് മുതൽ ഇത് അല്ല, എൻ്റെ വലിയച്ഛൻ്റെ മകന് ഒരു പട്ടാളക്കാരൻ്റെ ഒരാളുണ്ട്. അവർ 2 കൂടെ, കുഞ്ഞുഞ്ഞൂട്ടി എന്ന് പറയും, അവർ 2 കൂടെ എന്നെ പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നു. പഠിച്ചാൽ മതി. ശരി, പിന്നെ ഒന്നും മിണ്ടിയില്ല. എന്നാലും അത്യാവശ്യം കലാപരമായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത്. ഹരിഹരൻ സാറിൻ്റെ സംഘം, അതെൻ്റെ വലിയച്ഛൻ്റെ മകൻ NM നമ്പൂതിരി എന്ന് പറയും, അദ്ദേഹം മുഖാന്തരം അതിനകത്ത് വേഷമായിട്ടല്ല, വൺ അമംഗ് ദി സ്റ്റുഡൻസ്, കോളേജ് സബ്ജക്റ്റ്. വിൻസെൻ്റ്, ജോസ്, റോജാരമണി, പഴയ പൂജപ്പറ്റ രവിച്ചേട്ടൻ. അതാണ് ആദ്യത്തെ സിനിമ. അടുത്ത സിനിമ കേൾക്കണോ? അടുത്ത സിനിമ വിടരുന്ന മുട്ടുകൾ, മെരിലാൻഡ് സുബ്രഹ്മണ്യം മുതലാളി ഡയറക്റ്റ് ചെയ്ത് കേരളത്തിലെ ആദ്യത്തെ ചിൽഡ്രൻസ് ഫിലിം. അതിൽ വേഷം ചെയ്ത് ആരൊക്കെയാണെന്നറിയാമോ? ഞാൻ നായകൻ, സായികുമാർ വില്ലൻ, ഉർവശി, കൽപ്പന, രാധ, അംബിക. അവരൊക്കെ ഇത്രയേ ഉള്ളൂ. സ്കൂൾ കുട്ടികൾ. ഞങ്ങളൊക്കെ അതിനകത്ത് പ്രധാന വേഷം ചെയ്ത ആൾക്കാർ. രാജീവ് രംഗൻ, അത് സെക്കൻഡ് പിക്ചർ. അതിന് ശേഷമാണ് ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നത്. അപ്പം അങ്ങനെ പോയി അവിടെ ചെല്ലുന്നു. ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒന്നും അറിയില്ല, എവിടെയാണെന്നറിയില്ല. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടർ രാജ എന്ന് പറഞ്ഞൊരു അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ഡോക്ടർ രാജയുടെ അടുത്ത് ഒരു ലെറ്റർ തന്നയച്ചു, പോയി കണ്ടിട്ട് വേണ്ട സഹായങ്ങൾ. രാജയെ കണ്ടു. രാജ പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യും, റൂമിലിരുന്നാൽ മതി. ഞങ്ങൾ റൂമിൽ വെയിറ്റ് ചെയ്യാണ്, ഞാൻ എൻ്റെ ബ്രദറിലായി. ഞാൻ ഒരാളെ പറഞ്ഞയക്കാം, അയാൾ വന്ന് വേണ്ടതെല്ലാം ഇരിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ 7 മണിയായപ്പോൾ ഒരാൾ വന്നു.
അങ്ങനെ അദ്ദേഹം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്നു. പരിസരമൊക്കെ കാണുന്നു, ഡ്രോയൊക്കെ തുറന്നു. ദാ ഈ ബാച്ചിലേക്ക് വന്നിരിക്കുന്ന ആൾക്കാരുടെ ആപ്ലിക്കേഷൻസാണ്, ഫോട്ടോസാണ്. ഞാൻ വിചാരിച്ചു പുള്ളി ആരാണ്, നമുക്കൊരു പരിചയമില്ലാത്ത, ഒരു പരിചയമില്ല. പക്ഷേ അവിടെ ഭയങ്കര സ്വാതന്ത്ര്യം. അതാണ് ശ്രീനിവാസൻ, നമ്മുടെ ശ്രീനിയേട്ടനോ? ഇന്നത്തെ ശ്രീനിവാസൻ ആണ്. ഓ ഓക്കെ. അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തി. ഏതാണ്ട് ഒരു രൂപരേഖ എന്ന് പറയില്ല, ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ, ഇൻ്റർവ്യൂ എന്ന് ഞാൻ ജീവിതത്തിൽ അറ്റൻഡ് ചെയ്തിട്ടില്ല. ശ്രീനിവാസനാണ് പറഞ്ഞത്, ഇങ്ങനെ ഒരു രൂപരേഖ ഇങ്ങനെയൊക്കെ ആയിരിക്കും, സ്വയമായിട്ട് അഭിനയിച്ച് കാണിക്കണം, സ്ക്രിപ്റ്റ് അവരൊന്നും തരും. അങ്ങനെ അവിടെ ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്യുമ്പോൾ 22 പേരുണ്ടായിരുന്നു ഞങ്ങളുടെ ബാച്ചിൽ. അന്ന് അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോയിക്കൊണ്ടിരുന്ന ഒരു ആർട്ടിസ്റ്റുണ്ട്. ആർട്ടിസ്റ്റ് എന്ന് പറയാനായിട്ടില്ല, ഏതോ ഒരു സിനിമയിൽ ഇങ്ങനെ ജസ്റ്റ് വന്നു. പുള്ളിയുടെ പേര് ശിവാജി റാവു എന്നാണ്. പുള്ളി വരും, ഞങ്ങൾ സംസാരിക്കും, പോവും. അതാണ് രജനീകാന്ത്. ഇതുപോലെ വലിയ വലിയ സെലിബ്രിറ്റീസ് ഇനി കാണൂലേ? അയ്യോ, വിശ്വസിക്കാൻ വയ്യ. വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ, നടന്ന കാര്യമാണ്. അത് കഴിഞ്ഞ് എൻ്റെ കൂടെ വേറൊരു വരപ്രസാദ് എന്നും പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു, തെലുങ്ക് ബാച്ച്. തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസാണ്. ആ വരപ്രസാദാണ് ഇപ്പോഴത്തെ ചിരഞ്ജീവി. എന്നാ വരപ്രസാദ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ചിരഞ്ജീവി. എൻ്റെ ബെഞ്ചുമേറ്റാണ്. സെയിം ബെഞ്ച്. നമ്മളെയൊന്നും ആർക്കും ഒരു വിലയില്ലല്ലോ. ഇപ്പോഴല്ലയോ ഇതുവരെ ആനി എന്നെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെയൊന്നും കാണിക്കാറില്ല. ഇപ്പോഴാണ് ഈ അത്ഭുതമൊക്കെ വന്നത്. സത്യം, ഞാൻ അറിഞ്ഞില്ലല്ലോ ഇത്രയും വലിയൊരാളാണ്. സത്യം, ഭാവം. ചേട്ടാ, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടില്ല, ബാക്കി പറഞ്ഞേ. പിന്നെ ഒരാളുണ്ടായിരുന്നു, മെലിഞ്ഞ് അസ്ഥികൂടം മാത്രമായിട്ട്, വളരെ നല്ലൊരു മനുഷ്യൻ. അതാണ് നാസർ ചിരഞ്ജീവി. പിന്നെ മലയാളം ബാച്ചിലുണ്ടായിരുന്നത് ശ്രീനാഥ്, ശങ്കർ. ഞങ്ങൾ ക്ലാസ്മേറ്റ്സ്, മലയാളം ബാച്ച് തന്നെയാണ്. അപ്പൊ അവിടെ എത്ര കാലം ഉണ്ടായിരുന്നു ചേട്ടാ? 1 ഇയർ. ഞങ്ങൾക്ക് ഡിപ്ലോമ കോഴ്സാണ്. അത് കഴിഞ്ഞിട്ട് ചേട്ടാ ഫസ്റ്റ് എൻട്രി ടു ദ ഫിലിം വേൾഡ് അത് ഓൾറെഡി എൻട്രി ചെയ്തിരുന്നു. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹണ്ടിങ് എന്ന് പറയുമല്ലോ, അടുത്ത ഇതിലേക്ക് ചാൻസ് കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അച്ഛൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ജി വിവേകാനന്ദ സാറ്. അവരൊന്നിച്ച് പഠിക്കുകയും ഒന്നിച്ച് ഇവിടെ ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു 16 പേർക്ക് ലെറ്റർ തന്നു, അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പ്രൊഡ്യൂസേഴ്സിനും ഡയറക്ടേഴ്സിനും. അതിൽ ആദ്യം ഞാൻ പോയി കണ്ടത് ഡോക്ടർ ബാലകൃഷ്ണൻ. അന്ന് അവിടെ ഒരാൾ കക്ഷത്തിലൊരു ഫയലുമായിട്ട് ഇങ്ങനെ ബാക്കിലിങ്ങനെ നടന്നു പോയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മെലിഞ്ഞ് വെളുത്ത ഒരാൾ. മലയാളിയാണോ തെലുങ്കാണോ? മലയാളി. പുള്ളി കോപ്പി റൈറ്റർ ആയിരുന്നു അന്ന് അവിടെ എന്നാണ് എൻ്റെ ഓർമ്മ. ഏത് ദേശക്കാരനാ? എന്നാ പിന്നെ ഞാൻ പേരങ്ങ് സത്യൻ അന്തിക്കാട് എന്നാ പേര്. അദ്ദേഹം അന്ന് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കെ സേതുമാധവൻ സാറിനെ പോയി കണ്ടു. പുള്ളി വലിയ ഗൗരവക്കാരനാണ്, ദേഷ്യവും ഗൗരവവും. അകത്തോട്ടൊന്നും കയറാനൊന്നും പറഞ്ഞില്ല, തിണ്ണയിൽ നിന്നു. ലെറ്റർ തമിഴ് തരുമാ? തരും സാർ. நான் இப்போ படம் எடுக்கல, ஒரு 3 மாதம் கழிச்சு ഓക്കെ പോയി. അപ്പം നമുക്ക് മനസ്സിലായി, പിടികിട്ടി, അങ്ങോട്ട് പോവുകയോ വേണ്ട. അതിനുശേഷം ശ്രീകുമാരൻ തമ്പി സാറ് അദ്ദേഹത്തിനെ വിളിച്ചു, അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. അവിടെ ചെന്നു കത്തൊക്കെ വായിച്ചു. തനിക്ക് വേറെ പണിയൊന്നുമില്ല.
അച്ഛനെന്താ ഡോക്ടറെന്നല്ലേ പറഞ്ഞു. മെഡിസിനും എല്ലാം പോയി പഠിക്കാം, ആവശ്യമില്ലാതെ സിനിമ അഭിനയം മറ്റേത് മറിച്ചത് അതൊന്നും ശരിയാവില്ല, ശരിയാവില്ല. തകർന്നു കാണുവേ. പക്ഷെ എന്നെ അരമണിക്കൂർ ദേഷ്യപ്പെട്ടു എന്നോട്. നല്ല കാര്യമാണ് പറയുന്നത്, പോസിറ്റീവായിട്ടാണ്. പക്ഷെ നമ്മുടെ മനസ്സിനുള്ളിൽ ഇങ്ങനെ ഒരു കലാകാരൻ കിടക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും സാർ തന്നെ നമ്പറും ഇത് തന്നിട്ട് പോകും. എവിടെയാണ് താമസിക്കുന്നത്? ജാമാ ലോഡ്ജ്. ആ പോകോ ദിൻ പോയി. അപ്പോൾ ഒരു ചെറിയ ബന്ധം കിട്ടി അവിടെ. എൻ്റെ ചേട്ടനും തമ്പി സാറും ഒന്നിച്ച് പഠിച്ചു. എൻ്റെ വല്യമ്മയുടെ പിടിച്ചു ചായയൊക്കെ കിട്ടി. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ശരിയെന്ന് പറഞ്ഞ് ഞാൻ പോയി. 7-ാം ദിവസം ഞാൻ താമസിക്കുന്ന ലോഡ്ജിൽ ഒരു ഫോൺ വന്നു. കൈലാഷ് ഫോൺ പോയി. ഞാൻ ശ്രീകുമാരൻ തമ്പിയാണ്. സാർ പറയണ സാർ. ഞാൻ ഒരു പടം എടുക്കുന്നുണ്ടോ? അതിൽ തനിക്കൊരു വേഷമുണ്ട്. പിന്നെ പറയണോ? അന്ന് സാറ് ഒരു മാസത്തിൽ ഒരു പടമാണ്. ഒരു മാസം ഒരു പടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പടത്തിൻ്റെ ഫൈനൽ വർക്ക് നടക്കുമ്പോൾ അടുത്ത പടം തുടങ്ങും. അങ്ങനെ മലയാളത്തിലൊരു ഡയറക്ടറോ ഒരു പ്രൊഡ്യൂസറോ ഉണ്ടായിട്ടില്ല. എന്നെ പട്ടം താര ഇന്നത്തെ SCT അവിടെ ഒന്ന് കാണണം. ഒന്ന് കണ്ടു. അങ്ങനെ ഏതോ ഒരു സ്വപ്നം എന്ന് പറയുന്ന പടം അതിലാണ് ശരിക്കും കൊച്ചു സ്വാമി എന്ന് പറയുന്ന ക്യാരക്ടർ. അതിലാണ്. അതിൽ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ജയൻ ആദ്യമായിട്ട് നായകനാകുന്ന ചിത്രം. പാട്ടുകൾ സൂപ്പർ പാട്ടുകളുണ്ട്. ശ്രീപദം പിന്നെ പാടാം. ഈ ഫ്ലോ പോവും. അതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ അഭിനയിച്ചു. സാറ് 3-ാം ദിവസം എന്നെ വിളിച്ചു. എടോ എനിക്ക് തൻ്റെ അഭിനയം ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് അഭിനയിക്കും, നല്ല നാച്ചുറൽ. ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഇത് കിടപ്പുണ്ട്. അവിടെ പഠിപ്പിക്കുന്ന ക്യാരക്ടറായിട്ട് തന്നെ നമ്മൾ ഇതാക്കണം. അല്ലാതെ പിന്നെ ഒരു തരത്തിലുള്ള മാനറിസംസും ഉണ്ടാകാൻ പാടില്ല. ക്യാരക്ടറിന് എന്താണോ അതാണ് വേണ്ടത്, അല്ല മാനറിസം പാടില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു മാനറിസം ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് നമ്മുടെ ഒറിജിനൽ ക്യാരക്ടറിൽ നിന്ന് ഉണ്ടെങ്കിൽ അതിലോട്ട് അത് എല്ലാത്തിലും വരും. പോലീസ് വേഷം കിട്ടിയാലും വരും, ഭിക്ഷക്കാരനായിട്ട് കിട്ടിയാലും മാനറിസം ഉണ്ടെങ്കിൽ അത് വരും. അത് നമ്മുടെ ബേസ് നേച്ചർ. അത് പാടില്ല എന്നാണ് പഠിപ്പിച്ചു വിടുന്നത്. അപ്പം നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. എനിക്കൊരു അഭിപ്രായമുണ്ട്, തനിക്ക് വിരോധമില്ല എങ്കിൽ എൻ്റെ കൂടെ നിൽക്കാമെങ്കിൽ ഞാൻ ഡയറക്ഷൻ പഠിപ്പിക്കാം. എല്ലാ ചിത്രങ്ങളിലും വേഷവും തരാം. അതൊക്കെ ആലോചിച്ച് പറഞ്ഞാൽ മതി. 10 ദിവസം കൊണ്ട്. ഞാനിങ്ങനെ അവിടെ നിന്ന് ആലോചിച്ചപ്പോൾ ഉണ്ട് കോടമ്പാക്കത്ത് അഭിനയം വേഷം കിട്ടാൻ വേണ്ടിയിട്ട് ഈ പൗഡറൊക്കെ ഇട്ടിട്ട് അത് ശരിക്കും അവിടെ ഹോളിവുഡ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് മലയാളികളുടെ, കാലിക്കട്ടുകാരുടെ. അവിടെ മിക്കവാറും ഡയറക്ടേഴ്സ് ചായ കുടിക്കാനും കാപ്പി കുടിക്കാനും ഊണ് കഴിക്കാനും ഒക്കെ അവിടെ വരും. അതിൻ്റെ മുമ്പിൽ കൂടെ കറുത്ത മീശ ഇങ്ങനെ നസീർ സാറിൻ്റെ മീശ കൂടെ മീശയൊക്കെ വെച്ചിങ്ങനെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട്, ചാൻസിന് വേണ്ടി. അതുപോലെ പെൺകുട്ടികളും ട്രെയിൻ ഇറങ്ങി പലരും പറഞ്ഞു കേട്ടിട്ട് 100-150 ലേഡീസ് ഒരു ദിവസം വരും ഇവിടുന്ന് വേഷത്തിന് വേണ്ടി. ഒന്നുമല്ലാതെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതുപോലെ ഒരു ചാൻസ് കിട്ടുന്നത്. എന്നെ ആലോചിക്കാനാ, ഒരു വെടിക്ക് 2 പക്ഷി. ഞാൻ പറഞ്ഞു സാർ ഒന്നും ആലോചിക്കാനില്ല, എന്നാൽ നാളെ മുതൽ. അങ്ങനെ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ കയ്യിൽ നിന്ന് ക്ലാപ്പ്, അന്ന് സൗണ്ട് ക്ലാപ്പ്, മറ്റേ അടിക്കുന്ന സൗണ്ട് ക്ലാപ്പ്, സൈലൻ്റ് ക്ലാപ്പ് അദ്ദേഹം തന്നു. വേഷങ്ങൾ ചെയ്തു. പിന്നെ ഡയറക്ഷൻ തമ്പി സാറിൻ്റെ തന്നെ ഇത് നല്ല തമാശ 2 പടം, ഒരേ രക്തം, ഇത് നല്ല തമാശ ഇൻഡിപെൻഡൻ്റായിട്ട് ഡയറക്റ്റ് ചെയ്തു. തമിഴിൽ മനിതൻ ഒരു ബൊമ്മ അത് ഡയറക്റ്റ് ചെയ്തു. അങ്ങനെ ഡയറക്ഷനിലേക്ക് വന്നു. മെഗാ സീരിയൽ ചെയ്തു. ഒരു കാര്യം, ഈ ചേച്ചി എങ്ങനെ എൻട്രി ആയി? അയ്യോ, ഈ ചേച്ചി എൻ്റെ ജീവിതം ഞാൻ ജനിച്ചപ്പോൾ മുതലേ എൻട്രി ചെയ്യാം. ഞാൻ ജനിച്ചപ്പോൾ മുതലല്ല, ഒരു തെറ്റ് പറ്റി. അതായത് ഞങ്ങൾ തമ്മിൽ 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഇത് എൻ്റെ അമ്മാവൻ്റെ മകളാണ്. ഞാൻ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, പ്രേമിച്ചൊന്നുമില്ല. ഒരു പ്രേമിക്കാൻ പറ്റില്ല. അപ്പൊ വീട്ടുകാർ തന്നെ ആലോചിച്ചു.
അതിന്റെ രസം നന്നായിട്ട് പിന്നെ എനിക്ക് അറിയാവുന്നതല്ലോ. നല്ലോണം അറിയാം, അതല്ലേ എടുത്ത് ചോദിച്ചേ. വീട്ടുകാര് തന്നെ ആലോചിച്ച് അതെ അതെ, എൻ്റെ വല്യമ്മയുടെ മകൻ ചേട്ടൻ കൃഷ്ണൻ നമ്പൂരി എന്ന് പറയും, അദ്ദേഹമാണ് ആലോചന കൊണ്ടുവന്നത്. അപ്പത്തേക്ക് ചേട്ടൻ സിനിമയിൽ സജീവമായി കഴിഞ്ഞു. പിന്നെ ചേച്ചിയുടെ ഇനി കാര്യം അഭിപ്രായം പറഞ്ഞ്, ചേട്ടന് കല്യാണം ആലോചിച്ച് വന്നപ്പോ ചേച്ചി എന്നാ പറഞ്ഞു? എൻ്റെ അച്ഛനും അമ്മയും എന്നോട് കാര്യം പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ കൈലാസനാണെങ്കിൽ എനിക്ക് ആലോചിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ പറയുന്ന അച്ഛനും അമ്മയും പറയുന്നതിന് അപ്പുറവും ഇല്ലായിരുന്നു. അപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ചേച്ചിയെ സംബന്ധിച്ച് അച്ഛനും അമ്മയും പറയുന്നതിനപ്പുറം ഇല്ല. ഓക്കെ, ചേച്ചി അപ്പൊ ഒരു വീട്ടില് കലാപരമായിട്ട് ആരെങ്കിലും? എൻ്റെ അച്ഛൻ കഥകളി നടനാണ്. പിന്നെ കഥകളിയിൽ വേഷം ധാരാളം കെട്ടിയിട്ടുണ്ട്. പിന്നെ സാഹിത്യപരമായിട്ടാണ് ഞങ്ങൾക്ക് കൂടുതലും ഉള്ള കുറച്ച് കഴിവുകളുള്ളത്. ആരെങ്കിലും എഴുത്തുകാരോ അങ്ങനെയല്ലോ? എഴുത്തുകാര് പിന്നെ എൻ്റെ അച്ഛൻ നന്നായിട്ട് കവിത എഴുതും. ചേച്ചി പിന്നെ എൻ്റെ അമ്മാവന്മാരും എഴുതും. എല്ലാരും എഴുതും. അച്ഛൻ്റെ ഞാനോ? ഞാനല്ല, ഞാനും അത്യാവശ്യമൊക്കെ എഴുതും. സത്യമായിട്ട് കവിത എഴുതും. എൻ്റെ അനിയനും ഇപ്പം നന്നായിട്ട് കവിത എഴുതുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരു പാരമ്പര്യമായിട്ട് ഒരു സാഹിത്യത്തിന്റെ ഒരു കുറച്ച് ഇത് കൊടുക്കുന്നുണ്ട്. ചേച്ചി എഴുതിയ കവിതയൊക്കെ ചേട്ടൻ വായിക്കാറുണ്ട്? പിന്നെ കറക്ഷൻസ് ചെയ്ത് കൊടുക്കാറുണ്ട്? തീർച്ചയായിട്ടും ഞാൻ എഴുതുന്ന കവിതകൾ ആദ്യം കാണിക്കുന്ന ചേട്ടനെ തന്നെയാണ്. അതിനകത്ത് ചേട്ടന് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചേട്ടൻ പറയും അതൊന്ന് മാറ്റാം, വേണമെങ്കിൽ അവിടെ ഒന്ന് മാറ്റിയിട്ട് വേറൊരു രീതിയിലേക്കാക്കാം എന്ന് പറഞ്ഞു തരാം. ചേച്ചി എഴുതിയ ഒരു കവിത ചൊല്ലി കേൾപ്പിക്കുക ചേച്ചി. എനിക്ക് ചൊല്ലാനൊട്ടും 2 വരി കേൾക്കാനുള്ള കൊതി കൊണ്ട് ചോദിച്ചതാ. ഞാനൊന്ന് ഓർത്ത് വെക്കാം. മതി. അപ്പൊ ശരിക്കും മെഡ്രാസിലെ ചേട്ടൻ ജോലി ചെയ്ത് തുടങ്ങിയപ്പോ, അഭിനയിച്ച് തുടങ്ങിയപ്പോ ടോട്ടലി നല്ല ബിസിയായി അല്ലേ? അപ്പം ശരിക്കും ഈ എന്താന്ന് വെച്ചാൽ ബിസി ആയ സമയത്ത് ഫസ്റ്റ് തമിഴിലേക്കുള്ള എൻട്രി നമ്മുടെ ഏത് മൂവി കണ്ടിട്ടായിരിക്കും അവിടെ ചാൻസ് വന്നോ അതോ? അല്ല, അതിന്റെ മുഴുവൻ 100% ക്രെഡിറ്റ് നമ്മുടെ രവീന്ദർ എന്ന് പറയുന്ന നടനാണ്. രവീന്ദ്രൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു ഈ ഒരുതല രാഗം എന്ന് പറയുന്ന പടത്തിൻ്റെ ക്യാമറാമാൻ റോബർട്ട് രാജശേഖർ. അവർ രണ്ടുപേരാണ്. അവരൊരു പടം പ്ലാൻ ചെയ്ത് EM ഇബ്രാഹിം എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ, അദ്ദേഹം വന്നിങ്ങനെ അന്വേഷിച്ചപ്പോൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്, അത് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, രവീന്ദ്ര അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഞങ്ങളൊക്കെ ചേംബർ ഓഫ് കൊമേഴ്സ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഡിസ്കഷൻ വന്നു, ഇന്ന ക്യാരക്ടറിനാർ, അപ്പോൾ രവീന്ദ്രവും അതിനകത്തുണ്ട്. അങ്ങനെ ശങ്കറിനെ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഈ കോമഡി വേഷം വന്നപ്പോൾ അത് ആക്ച്വലി ഇതിൻ്റെ റൈറ്ററാണ് അത് അഭിനയിക്കാൻ വെച്ചിരുന്നത്. അതാരാന്നറിയോ? ടി രാജേന്ദ്രന് വേണ്ടി പുള്ളി തന്നെ എഴുതി ഉണ്ടാക്കിയ ഒരു വേഷമാണ് തുമ്പു എന്ന് പറയുന്ന കഥാപാത്രം. 7 പാട്ട് പുള്ളിയുടെയാണ്. 100 പാട്ടാണ് അതിന് വേണ്ടി എഴുതിയത് പുള്ളി. ഒരുതല രാഗത്തിന് വേണ്ടി എഴുതിയത് 100 പാട്ടാണ്. അതിൽ 7 പാട്ട് സെലക്ട് ചെയ്തു. 100 പാട്ട്? മെയിൽ വോയിസ് മാത്രം, ഫീമെയിൽ വോയിസ് ഇല്ല. അപ്പോൾ രവീന്ദർ ശക്തമായിട്ട് പറഞ്ഞു, ഇയാൾക്ക് അഭിനയിക്കാനെന്ന് പറഞ്ഞൂടാ. ടി രാജേന്ദ്രന് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് കൈലാസം എന്ന് പറഞ്ഞു, പുള്ളി ആൾറെഡി അഭിനയിച്ചാണ്. അന്ന് ഞാനിവിടെ ഒരു 8-9 പടമായിട്ടുണ്ട് ഇവിടെ മലയാളത്തിൽ. തമ്പി സാറിൻ്റെ അസോസിയേറ്റുമാണ്. പുള്ളി ഒന്ന് വിളിച്ച് അഭിനയിച്ചു. ശരി, പുള്ളിയെ വിളിക്ക്, അഭിനയിച്ച് കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അഭിനയിച്ച് കാണിച്ചു ഈ ക്യാരക്ടർ. അങ്ങനെയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. പ്രൊഡ്യൂസർ ഈ റോബർട്ട് രാജശേഖർ, രവീന്ദ്രൻ എല്ലാവരും കൂടെ ഇരിക്കുന്ന ഒരു സഭയിലാണ് ഞാൻ അഭിനയിച്ച് കാണിച്ചത്. അതവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് അത് സെലക്ട് ചെയ്തത്. ആ പടം 1 വർഷം ഓടി. 365 ദിവസം 4 തിയേറ്ററിൽ സിറ്റിക്കകത്ത് ഓടി. 485 പ്രാവശ്യം കണ്ട ആൾക്കാരുണ്ട്. സൂപ്പർ ഹിറ്റ് മൂവി. അപ്പോൾ അത് കണ്ടിട്ടാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കരാറാവുന്നത്. അത് ശങ്കറിനെയും രവീന്ദ്രനെയും എന്നെയൊക്കെ വിളിപ്പിച്ചത്, അപ്പച്ചൻ വിളിപ്പിക്കാൻ കാരണം ഈ ഒരുതല രാഗം കണ്ടിട്ടാണ്. അപ്പൊ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ചേട്ടൻ ചെയ്തോ? ഇല്ലല്ലോ. ഇല്ല, അന്ന് എല്ലാം പറഞ്ഞില്ല, ഈശ്വരന്റെ തിരക്കായതുകൊണ്ട് പറ്റിയില്ല. ശങ്കറിനെയും രവീന്ദ്രനെയും എന്നെയും വിളിച്ചിട്ട് ഞാൻ ഒരു പടം തുടങ്ങാൻ പോകുന്നു, ഞാൻ ഒരുതല രാഗം കണ്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതുപോലെ മലയാളത്തിലൊരു പടം എടുക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. പുതിയ ഡയറക്ടറാണ്, ഒരു പയ്യൻ, പിന്നെ ഫാസിൽ എന്നാണ്, ക്ഷമിക്കണം സാർ, ഫാസിൽ എന്നാണ് പേര്.
പുള്ളിയാണ് ചെയ്യുന്നത്. പിന്നെ ശങ്കർ ഹീറോ, രവീന്ദ്ര വില്ലൻ, കൈലാസ് കോമഡി. ഓക്കെ അല്ലേ? 18-ാം തീയതി നമുക്ക് ഷൂട്ടിങ്. അപ്പോൾ ശങ്കർ അവിടെ ഇരുന്നുകൊണ്ട് ഓക്കെ സാർ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ നടുക്കിരിക്കുക. അപ്പം എന്നോട് ചോദിച്ചു കൈലാസ് ഓക്കെ അല്ലേ? സാർ ഈ മാസം 10 ദിവസം, അടുത്ത മാസം 10 ദിവസം, അങ്ങനെ 20 ദിവസം. ഓ രവീന്ദർ സാർ ഈ മാസം 10 ദിവസം, അടുത്ത മാസം 10. എല്ലാവരും തിരക്കാണ്, ശങ്കറും തിരക്കാണ്. ഓ നിങ്ങളൊക്കെ വലിയ ബിസിയാണല്ലേ. നസീറിനെയും മധുവിനെയൊക്കെ വിളിച്ച് അവർ ഏത് പടമാണെങ്കിലും ഇട്ടിട്ട് വരും. തകർന്ന് നമ്മൾ തരിപ്പണം. ആ ശരി കുഴപ്പമില്ല പൊക്കോളൂ. പോയതിന് ശേഷമാണ് അവിടെ മൊത്തം കൺഫ്യൂസായി. എന്നുവെച്ചാൽ 18-ാം തീയതി എന്ന് പറഞ്ഞാൽ അധികം ദിവസമല്ല, ഒരാഴ്ച മറ്റേ ഉള്ളൂ. അത് എല്ലാവരും ഫിക്സ് ചെയ്തിട്ട് വിളിച്ചതല്ലേ, നമുക്കിത് ആ ജസ്റ്റ് പറയണം കൊണ്ടുപോകണം. അതിപ്പോൾ അത് പിന്നെ മനോരമയിലും മാതൃഭൂമിയിലും പരസ്യം കൊടുത്തു. ഇത് 1000-കണക്കിന് വന്നു എന്നാണ് പറയപ്പെടുന്നത്. ഫോട്ടോസും ബയോഡേറ്റയും അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഒരു പർട്ടിക്കുലർ ഫോട്ടോ കണ്ട് ഇതാരും ഈ പയ്യനെ വിളി മോഹൻലാൽ എന്നാണ് പേര്. ഇവിടെ അന്ന് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം എടുത്തിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുക സുരേഷ് അവരൊക്കെ ആ സമയമാണ്. അപ്പം സുരേഷാണത്രേ ഈ ഫോട്ടോ കൊണ്ട് കൊടുത്തത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പുള്ളി മതി, അങ്ങനെ സെലക്ട് ആയതാണ് ലാൽ. മോഹൻലാലിന് സെലക്ഷൻ കിട്ടാൻ രവീന്ദർ ഒഴിഞ്ഞു. സമയമില്ലാത്തതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഒരാളെ വേണം, പടം നടക്കുകയും ചെയ്യണം. ശരിക്കും എനിക്ക് തോന്നുന്നു അത് ശരിക്കും ഒരു നിമിത്തമായിരിക്കും അല്ലെ, നിമിത്തമോ എന്താ പറയാ, ഒരു തീർച്ചയായിട്ടും ആ സമയം അദ്ദേഹത്തിന്റെ സമയമാണ് എൻട്രി ആവാൻ വേണ്ടിയിട്ട്. എന്റെ വേഷം വേണിച്ചേട്ടൻ ചെയ്തു, അതുകൂടി വേണിച്ചു. ഓക്കെ, ഇനി ചേട്ടൻ്റെ അടുത്ത് ഒരു 5 മിനിറ്റ് ഗ്യാപ്പ്. എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് ചേച്ചിയുടെ ഒരു കാര്യം ചെയ്യണം. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഒരു ഇല്ലത്ത് കിട്ടുന്ന മാമ്പഴ പുളിശ്ശേരി വരെ ഭയങ്കര ടേസ്റ്റാണ് കേൾക്കുന്നത് അല്ലേ? അതിനെന്തോ പ്രത്യേക റെസിപ്പി ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ എപ്പിസോഡിൽ ഊർമിള ഉണ്ണി ചേച്ചിയില്ലേ, ചേച്ചി വന്നപ്പോഴത്തേക്ക് എന്നോട് വന്ന് പറഞ്ഞു അവിടുത്തെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് കേട്ടപ്പോഴേ നാവിൽ രുചി വന്നേ. അതേപോലെ ചേച്ചിക്ക് വെറൈറ്റി ആയിട്ട് എന്നൊക്കെ ചെയ്യാനറിയാം? ചീമച്ചക്ക കൊണ്ട് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. എന്തൊക്കെ ചെയ്യും? അത് സത്യം പറഞ്ഞാൽ ചിപ്സ് ഉണ്ടാക്കാൻ വെക്കും, പിന്നെ അതിനെ കൂട്ടുകറി വെക്കാൻ പറ്റും, തീയൽ വെക്കാൻ പറ്റും, പിന്നെ പുഴുങ്ങി കഴിക്കാൻ പറ്റും. ഇതൊന്നും അല്ലാതെ ചീമച്ചക്ക കൊണ്ട് വേറെ കുറെ എന്തൊക്കെ ചേച്ചി ചെയ്യുമ്പോന്ന് പറഞ്ഞേ. ചീമച്ചക്ക പായസം വെച്ചു, പ്രഥമൻ വെച്ചു, പിന്നെ ചീമച്ചക്ക ഇടിയപ്പം ഉണ്ടാക്കി. ചേച്ചി അതങ്ങനെ? പിന്നെ ചീമച്ചക്ക പുലാവ് ഉണ്ടാക്കി. പിന്നെ അങ്ങനെ ചീമച്ചക്ക കൊണ്ട് വെറൈറ്റി. ഇതില് ചേച്ചി എനിക്ക് ഒരു കാര്യം മനസ്സിലായില്ല. ഈ ചീമച്ചക്ക എന്ന് പറയുന്നത് ഈ കടച്ചക്ക, അതെ, ഈ കടച്ചക്ക കൊണ്ട് ഇടിയപ്പം എങ്ങനെ ഉണ്ടാക്കി? അത് ആ അച്ചിന്ന് എങ്ങനെ പിഴിയാൻ പറ്റി? അത് നന്നായിട്ട് കൊച്ചായിട്ട് തൊലി എത്തിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് കുക്കറിൽ നന്നായിട്ട് വേവിച്ചു, ഉടച്ചു എന്ന് വെച്ച് അല്ലെങ്കിൽ മിക്സിയിൽ അരച്ചു ചതച്ചു നന്നായിട്ട്. അപ്പോൾ അതിന് തരിയും ഒന്നും ഇല്ലാതെ വരുമല്ലോ. എന്നിട്ട് അത് അരിപ്പൊടിയുടെ കൂട്ടത്തിൽ കുഴച്ച് ഉപ്പും ചേർത്ത് കുഴച്ച് പിഴിയും. ചേട്ടാ കഴിച്ചപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, അതൊന്നും നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം. അതിന്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്തുവാ? എന്താണ് ഇതിന്റെ കൂടെ? അത് ചീമച്ചക്കൊണ്ട് തന്നെ ഈ കോളിഫ്ലവർ കൊണ്ട് മഞ്ചൂരിയൻ ഉണ്ടാക്കുന്ന പോലെ ചീമച്ചക്ക മഞ്ചൂരിയൻ ഉണ്ടാക്കി. അറിയില്ല കോളിഫ്ലവർ ആണോ ഇതാണോ കണ്ടുപിടിക്കാൻ പ്രയാസം. അപ്പൊ ശരിക്കും ഒരു പാചക രത്നം തന്നെ തോന്നുന്നല്ലേ ശരിക്കും. പിന്നെ ചേച്ചി വേറെ നമ്മുടെ പറമ്പിലുള്ള അതുപോലെ ഈ ബമ്പിളി പൂസ് എന്ന് തിരുവനന്തപുരത്തുകാരൊക്കെ പറയുന്ന കമ്പിളി നാരങ്ങാന്ന് നമ്മുടെ അവിടെ ഒക്കെ പറയുന്ന ഒരു സാധനമുണ്ട്. അതിന്റെ തോട് അച്ചാർ വളരെ ടേസ്റ്റിയാണ്. അതിന്റെ തോട് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് നന്നായിട്ട് നമ്മൾ ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കും, അല്ലെങ്കിൽ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കും. എന്നിട്ട് കുറച്ച് പുളി ഒഴിക്കും, നമ്മുടെ പിഴിപുളി. പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ മുളക് പൊടിയും ഉലുവായും കായപ്പൊടിയും എല്ലാം ചേർത്ത് അച്ചാറിൻ്റെ കൂട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേർത്ത് അതേപോലെ അങ്ങ് ചേർത്താൽ മതി. എക്സ്ട്രാ എന്ന് പറയുന്നത് പുളി പിഴിയും. പുളി പിഴിയും. അല്ല, ആ നാരങ്ങയ്ക്ക് ബേസിക്കലി ഒരു പുളി ഇല്ലേ?
ആ തോടിന് പുളിയില്ല, ഒരു കയ്പ. കമർപ്പ. ആ കമർപ്പ് ഇഷ്ടമുള്ളവർക്കാണ് അത് ഇഷ്ടം. മിക്കവർക്കും അത് ഇഷ്ടപ്പെടും. കാരണം ആ നാരകത്തിൻ്റെ സ്വാദും അതും കൊണ്ട് അതിൻ്റെ പുളി കൊണ്ട് ഇഷ്ടപ്പെടും. അത് തമ്മിൽ ചേർത്ത് ഉപ്പും ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ട് പിന്നെ കടുക് വറുക്കും. ഓ അത് ശരി. ഓക്കെ, അത് കൊള്ളാം. ഓക്കെ ചേച്ചി, അതേപോലെ എനിക്ക് ഒരു സംശയം. ചേച്ചി നേരത്തെ പറഞ്ഞതാണ്, പക്ഷെ അതിപ്പോൾ പറയുന്നതായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ എന്നാലും എനിക്കിങ്ങനെ സംശയങ്ങൾ ഉള്ളിൽ വരുമ്പോൾ ചോദിക്കു പോകുന്നതാണേ. ചേച്ചി പറഞ്ഞേ അച്ഛൻ കഥകളി വേഷം ചെയ്യാറുണ്ട്, ആരെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് എന്നൊക്കെ. അതേപോലെ വേറെ ആരെങ്കിലും കഥകളിയുടെ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ആ കല കിട്ടിയിട്ടുണ്ടോ? ഞങ്ങളുടെ ഇതില് ആ കല ആരും ചെയ്യുന്നില്ല ഇപ്പം. എന്നാന്നറിയോ ചോദിക്കാൻ കാര്യം, ചേട്ടൻ ഇങ്ങനെ കുറെ നേരം വർത്താനം പറഞ്ഞപ്പോഴേ ഇങ്ങനെ നിന്നിട്ട് കഥകളിയുടെ ഒക്കെ മുദ്രകളൊക്കെ കാണിച്ചു കണ്ട. പക്ഷെ ചേട്ടൻ എൻ്റെ പേരമ്മയുടെ മോനാണെന്ന് പറഞ്ഞല്ലോ, എൻ്റെ അച്ഛൻ്റെ ചേച്ചിയുടെ മോനാണ്. അപ്പം ചേട്ടനും ഞങ്ങളുടെ ഹെറിഡിറ്ററി ആയിട്ടുള്ള ആ ഒരുപാട് രീതികൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഈ പറഞ്ഞ പോലെ അമ്മാവൻ്റെ മകളാണല്ലോ ഈ ഒരു അമ്മാവൻ, വേറൊരു അമ്മാവൻ ചെണ്ടയായിരുന്നു. എൻ്റെ മുത്തശ്ശൻ, അതായത് അമ്മയുടെ അച്ഛൻ വേഷമായിരുന്നു. വേറൊരു മുത്തശ്ശൻ്റെ അനിയൻ ചുട്ടി എന്ന് പറയും, കഥകളി ചുട്ടി കുത്തുന്ന. അപ്പോൾ പിന്നെ മാങ്കുളം, വാരണാസി, ഇവരെല്ലാം ഞങ്ങളുടെ ക്ലോസ് റിലേറ്റീവ്സാണ്. അപ്പോൾ കഥകളിയായിട്ട് ഒരു മാനസികമായിട്ട് ഭയങ്കര ബന്ധമാണ്. കഥകളിയെക്കുറിച്ച് ഭയങ്കര അറിവുള്ള ആളാണ് ഈ ഇരിക്കുന്നത്, എൻ്റെ വൈഫ്. എനിക്ക് അത്ര അറിവില്ല കഥകളിയെക്കുറിച്ച്. പക്ഷേ ചില ആക്ഷൻസൊക്കെ ഈ കഥകളിയിൽ ചെയ്യുന്നത് പോലെ ലോകത്ത് വേറെ ഒന്നിനും ചെയ്യേണ്ട. ഉദാഹരണം, ഏകലോചനം എന്ന് പറഞ്ഞിട്ടൊരു ഭാവമുണ്ട്. ഏകലോചനം കൊണ്ടു കോപമോടു നിന്നെയും ഏകലോചനം കൊണ്ടു കോപമോടു നിന്നെയും ശോകമോടപരേണ നോക്കുന്നു പതിയേയും. ഉത്തരാസ്വയംവരത്തിലെ ഒരു പദമാണ്. ഇങ്ങനെയാണോ പാടുന്നതെന്ന് ചോദിച്ചാൽ കഥകളി ആശാന്മാരൊക്കെ ക്ഷമിക്കണം. ഇതിനകത്ത് ഈ ഏകലോചനം എന്ന് പറയുന്നത് ഒരു സമയത്ത് രണ്ട് ഭാവം ഒരു മുഖത്ത് കാണിക്കുക. മനസ്സിലായോ? ഒരു സൈഡ് കരയും, ഒരു സൈഡ് ദേഷ്യം. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അറിവിൽ കഥകളി ആശാന്മാർ കലാമണ്ഡലം കൃഷ്ണൻകുട്ടി രാശാൻ, ഒരുപാട് പേര്. പിന്നെ എൻ്റെ തന്നെ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു, തോട്ടം ശങ്കരൻ നമ്പൂരി. അദ്ദേഹമാണ് ഇതിൻ്റെ കുലപതി ആയിരുന്നത്. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഈ ഏകലോചനത്തിൻ്റെ ഇത് പിന്നെ കണ്ടിട്ടല്ല, ഫോട്ടോയും അതും ഇതൊക്കെ കണ്ട് അദ്ദേഹത്തിനെ മാനസിക ഗുരുവായിട്ട് വരിച്ചിട്ട് ഞാനിതിങ്ങനെ പരിശീലിച്ചെടുത്ത് പ്രാക്ടീസ് ചെയ്ത്. ഈശ്വര, ഞാൻ ചോദിക്കുന്നത് തെറ്റാണോ, ആദ്യപ്രസംഗമാണോ, അഹങ്കാരമാണോ എന്നറിയില്ല. പക്ഷെ എന്നാലും മാപ്പ് ചോദിച്ചോണ്ട് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും കറക്റ്റ് കാണാമോ? കാണാം കാണാം. ഏകലോചനം കൊണ്ടു കോപമോടു നിന്നെയും ഏകലോചനം കൊണ്ടു കോപമോടു നിന്നെ. ഇതാണ് ഏകലോചനം. ഈ ഒരു അറ്റ് എ ടൈം രണ്ട് എക്സ്പ്രഷൻ. ശരിക്കും പ്രാക്ടീസ് വൈസ് വന്നാന്ന് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്തു. ഞാൻ മനഃപൂർവ്വം പ്രാക്ടീസ് ചെയ്തു. ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിക്കുമ്പോഴേ ചെയ്യുമായിരുന്നു. നമുക്ക് ആഹാരം കഴിക്കാം. ഓ അതാണ്. ഇതെന്താണ്? കോളിഫ്ലവർ. അത് വെച്ചിട്ട് ഒരു കോഫ്ത ചെയ്തു. ഓക്കെ ഓക്കെ. കുറച്ച് നമ്മുടെ മലയാളി ടച്ച് ഇട്ടെന്നേ ഉള്ളൂ. ഇതെങ്ങനെയാ ചെയ്തത് ചേച്ചി? അങ്ങനെയൊന്നും എന്നോട് ചോദിക്കരുത്. നമ്മുടെ വീട്ടമ്മമാരുടെ വീട്ടിലുള്ളത് കണ്ടെത്തുക,
അതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഇന്നത് കൊണ്ടുപോവാ ഇന്ന ഉണ്ടായാലേ ഉണ്ടാക്കാൻ ഒക്കുള്ളൂ എന്നുള്ളത് നമ്മൾ പഠിച്ചാൽ ശരിയാവുകയില്ല. അതില്ല, ഉള്ളത് വെച്ച് ഓണം പോലെ എന്ന സ്വാദോടുകൂടിയും ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾ ഈ പൂജയ്ക്ക് പോകുമ്പോഴേ ആഹാരം ഇന്നത് തന്നെ എന്നൊന്നും പറഞ്ഞ് നിർബന്ധമൊന്നും പിടിച്ചോ, അവിടെ എന്തുണ്ടോ അത് വെച്ചാണ് ഉണ്ടാക്കുക. എന്തായാലും എൻ്റെ അടുക്കള വന്ന് ചേച്ചിയിൽ നിന്ന് കുറേ സാധനങ്ങൾ കിട്ടി. ആ കടച്ചക്ക ഇടിയപ്പമാണ് എൻ്റെ മെയിൻ അട്രാക്ഷൻ. അന്നേരം ഞാൻ അത് വീട്ടിൽ ഉണ്ടാക്കും, ഇവിടെ ഉണ്ടാക്കിയിട്ട് നല്ല ചിക്കൻ കറിയോടെ കഴിക്കാമല്ലോ, മട്ടൻ കറിയോടെ കഴിക്കാമല്ലോ. അതെല്ലാം പറ്റും, നമ്മളതൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ടാണ് പറ്റാത്ത